നമ്മൾ 4 പേരും കൂടെ കുറേ നാളായിട്ട് തുടങ്ങണം. ആക്ച്വലി ഒരു 2 years ആയിട്ട് നമുക്ക് ഐഡിയ മനസ്സിലുണ്ട്. പിന്നെ അതിനെ ചിന്തിച്ച് പതുക്കെ എവിടെ നിന്ന് എടുക്കാം, എങ്ങനെ എടുക്കാനൊക്കെ ആലോചിച്ചാണ് ഫൈനലി ലോഞ്ച് ആയത്. അത് ആൾക്കാർ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു. അത് പിന്നെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ വേറെ പ്രോഡക്ട്സിന് ആഡ് കൊടുക്കുന്നുണ്ടോ, പിന്നെ നമുക്ക് ആഡിന് വേറെ ആൾക്കാരുടെ ആവശ്യം ഇല്ലാന്ന് തോന്നിയതും കൂടെ കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ തുടങ്ങണം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ 4 പേരും ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നു. അമ്മയുണ്ട് എഫേർട്ടിൽ, അമ്മയുണ്ട്. ഞങ്ങൾക്ക് ആൾക്കാർ പലപ്പോഴും ഞങ്ങളുടെ ഡ്രസ്സസിനെ കുറിച്ചൊക്കെ ധാരാളം ചോദിക്കാറ്. ഞങ്ങൾ പലയിടത്തും പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഷോപ്പ് ചെയ്തത്, അപ്പോൾ ഞങ്ങളുടെ അത് എവിടെ നിന്ന് വാങ്ങി എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്ക് എന്നൊരു ബ്രാൻഡ് ചെറിയ രീതിയിൽ തുടങ്ങിക്കൂടാ. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ല കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ തൽക്കാലം ചിലരെങ്ങനെ വളർന്നു പോകുന്നതെന്ന് അറിയില്ല. ലൈഫ് എന്നും ഒരു ചാലഞ്ച്. ഡെയിലി എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ വേണം. നമുക്ക് നാളെ രാവിലെ ഉറപ്പ് എണീക്കുമ്പോൾ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. കുഞ്ഞമ്മ ഒന്ന് വിളിപ്പിക്കില്ല എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ്? അത് ഞാനല്ലേ പറഞ്ഞ, അമ്മയല്ലല്ലോ പറഞ്ഞ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് ഇപ്പൊ അമ്മയുടെ അല്ല അച്ഛൻ്റെ ചേട്ടൻ്റെ പേരാ വിളിക്കുന്നത്, അമ്മയുടെ അനിയത്തി അമ്മേൻ്റെ നമ്മൾ ചേച്ചിമാരുടെ പേരാണ്. അപ്പൊ നമുക്ക് പൊതുവെ നമ്മൾ ആൾക്കാരെ വിളിക്കുന്ന ആ ഫ്രേസ് നമ്മൾ വിളിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ എന്നെ ആ കുട്ടിക്ക് എന്ത് വിളിക്കണം എന്നുള്ളത് അത് ഞാൻ വെറുതെ ഒരു കോമഡി പോലെ പറഞ്ഞു. അത് ആൾക്കാർ ഇത്ര കേട്ടു. പക്ഷെ ഇപ്പൊ എനിക്കത് കേട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കേരളയുടെ കുഞ്ഞമ്മയായിട്ട് ആൾക്കാർ എന്നെ ഏറ്റെടുത്തു. ഞാനപ്പോ അതൊരു ഫണ്ണായിട്ട് അങ്ങ് എടുത്തുകൊള്ളാം. ശരിക്കും വളരെ പേര് പറഞ്ഞ് വിളിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഞാനല്ലല്ലോ പെറ്റിനെ വിളിക്കാം. ഞങ്ങളുടെ അവിടെ സിസ്റ്ററിന്റെ മോളുടെ കുട്ടി ലിയാന, ഇവരെല്ലാവരും പേരാ വിളിക്കുന്നത്. എല്ലാവരും പേരാ അമ്മു ഇഷാനി എന്നാണ് അവൻ വിളിക്കുന്നത്. പക്ഷെ നമ്മളെ കേരളത്തിന്റെ ഒരു അല്ലേ ഒരു കൾച്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അത് ആരും അങ്ങനെ ഇനി വിളിക്കില്ലെന്നല്ല. എനിക്ക് എന്റെ പേഴ്സണലി എനിക്കത് വിളിക്കുന്നതിനെക്കാട്ടിലും താല്പര്യം എന്നെ എന്തെങ്കിലും പേര് വിളിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ലെന്നാണല്ലോ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അത്രേ ഉള്ളൂ. അത് ഞാനൊരു കോമഡി പോലെ പറഞ്ഞേക്കാം. അത് ഇങ്ങനെ ആവുന്നു മൂലം കണ്ടു. നിങ്ങൾ ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആൾക്കാർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഞാൻ കോമഡി പറഞ്ഞാലും അത് കോമഡി പോലെ ഇരിക്കത്തില്ല. അത് എന്റെ തെറ്റ് തന്നെയാണ്. അപ്പൊ അതായിരിക്കാം പലർക്കും ഞാനത് വളരെ വേറെ രീതിയിൽ പറയാന്നൊക്കെ തോന്നിയത്. ഞാനത് ലൈറ്റായിട്ട് എടുത്തു. അതിന് സീരിയസ് ആയിട്ട് എടുത്താൽ എനിക്കിരുന്ന് വിഷമിക്കാനല്ല. ഞാൻ ലൈറ്റായിട്ട് എടുത്തു. ഞാൻ